ബംഗ്ലാദേശ് അരാക്കൻ ആർമിയെ പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഈ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും പലർക്കും കൃത്യമായിട്ട് അറിയില്ല ആരാണ് ഈ അരാക്കൻ ആർമി എന്നുള്ളത്, എന്തിനാണ് ബംഗ്ലാദേശ് ഇവരെ ഭയപ്പെടുന്നത് എന്നുള്ളതിന്. ഇതിന്റെ രണ്ടിന്റെ ഉത്തരം പ്രേക്ഷകർ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അരാക്കൻ ആർമി ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിമത സേനയാണെന്ന് പറയാം. അത് മ്യാൻമർ, നമ്മുടെ തൊട്ടടുത്തുള്ള പഴയ ബർമ്മയാണല്ലോ മ്യാൻമർ. മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്ത് റഖീൻ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ മ്യാൻമറിൽ ഇപ്പോൾ സൂക്കിയുടെ ഭരണം വീണു, ഇപ്പോൾ പട്ടാള ഭരണമാണ്. ജുണ്ട ഭരണകൂടം എന്നാണ് ആ പട്ടാള ഭരണകൂടത്തെ അറിയുന്നത്. ജുണ്ട മിനിസ്ട്രി അല്ലെങ്കിൽ ജുണ്ട പട്ടാള ഭരണം. അവരുടെ പട്ടാളത്തിന് ജുണ്ട ആർമി എന്നാണ് അറിയപ്പെടുന്നത്, ആ സർക്കാരിൻ്റെ ആർമി എന്ന നിലയിൽ. അവിടെ റഖീൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. റഖീൻ മേഖല ബുദ്ധമതക്കാർ വലിയ തോതിൽ താമസിക്കുന്ന മേഖലയാണ്. ബുദ്ധമതക്കാരെ കുറിച്ച് അറിയാലോ, ഒന്നിനുമില്ലാതെ ഉറുമനെ പോലും കൊല്ലാതെ ജീവിക്കുന്ന പാവങ്ങൾ. പക്ഷേ അവരുടെ ഇടയിൽ, ഈ ചരിത്രം തുടങ്ങുന്ന കുറേ കാലം മുമ്പാണ്, അവരുടെ ഇടയിൽ ഈ റഖീൻ മേഖലയിൽ വലിയ തോതിൽ റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ റഖീൻ മേഖലയിലാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ആസ്ഥാനം. ഇവരെന്ത് ചെയ്തു? പതുക്കെ അവർക്ക് ജനസംഖ്യയിൽ ഒരു നിർണായക ഭൂരിപക്ഷം വന്നപ്പോൾ ലോകത്തെവിടെയും ചെയ്യുന്നത് പോലെ റോഹിംഗ്യൻ മുസ്ലിംസ് ഈ ബുദ്ധമതക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അവരുടെ വീടുകൾ തീവെക്കുക, ആളുകളെ കൂട്ടക്കൊല ചെയ്യുക, ബുദ്ധമതത്തിൽപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെ തുടങ്ങിയപ്പോൾ ദേരാവാദ വിഭാഗത്തിൽപ്പെട്ട ബുദ്ധമതക്കാരാണ്. അവരെന്ത് ചെയ്തു? ജീവിക്കാൻ നിവർത്തിയില്ല, എന്ത് ചെയ്യണം, ഇവന്മാരെ നേരിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ പതുക്കെ സായുധമായി സംഘടിച്ചു. അങ്ങനെയാണ് അരക്കൻ ആർമി എന്ന് പറയുന്ന സായുധ സേന ഉണ്ടായത്. കാരണം റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സായുധ സംഘമുണ്ടാക്കി ബുദ്ധമതക്കാരെ റോഹിംഗ്യൻ മുസ്ലിംസ് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഗതികെട്ട് ജീവൻ നിലനിർത്താൻ, തങ്ങളുടെ സംസ്കാരം നിലനിർത്താൻ, തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധമതക്കാർ ആയുധമെടുത്തുണ്ടാക്കിയതാണ് അരക്കൻ ആർമി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ പതുക്കെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതിഭീകരമായ തിരിച്ചടിയായിരുന്നു. അങ്ങനെ അവസാനം റോഹിംഗ്യൻസ് അവിടുന്ന് ഓടിയത് മാത്രമല്ല, ആ റോഹിംഗ്യൻസ് മുഴുവൻ ബംഗ്ലാദേശിലേക്ക് ചാടി. ബംഗ്ലാദേശിൻ്റെ അതിർത്തിയാണല്ലോ, അതിർത്തി ജില്ലയാണ്, അതിർത്തി രാജ്യമാണ് മ്യാൻമർ. അവിടെ നിന്ന് ഇവർ ഓടി എവിടേക്ക് വന്നു? ബംഗ്ലാദേശിലേക്ക്. ബംഗ്ലാദേശിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം അഭയാർത്ഥികൾ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ ഈ വീണ്ടും ഈ അരക്കനുമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായപ്പോൾ ഇപ്പോൾ 5 ലക്ഷം വന്നു എന്ന് പറയുന്നു. അതിനു മുമ്പ് 10-15 ലക്ഷം ആളുകൾ ബംഗ്ലാദേശിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. അവിടെ ബംഗ്ലാദേശിൽ മ്യാൻമറിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി ബംഗ്ലാദേശ് സർക്കാർ അവരെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് റോഹിംഗ്യൻസ് ചാടി നമ്മുടെ കേരളത്തിൽ വരെ വരുന്നത്. ഇവന്മാർ കൊടും ഭീകരന്മാരാണ്. നമ്മൾ ആലോചിക്കണം, വായിൽ കമ്പിട്ട് കുത്തിയാലും കടിക്കാത്ത നായയെപ്പോലെയാണ് ബുദ്ധമതക്കാർ. ആ ബുദ്ധമതക്കാർ ആയുധം എടുത്ത് ഇവന്മാരെ ഓടിക്കണമെങ്കിൽ ഇവന്മാർ ആരാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ എന്നൊക്കെ പറഞ്ഞു വരുന്ന നല്ല ശതമാനം ബംഗ്ലാദേശികളാണ്. ബംഗാൾ വഴി നുഴഞ്ഞു കടന്ന് കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട് റോഹിംഗ്യൻസ്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അങ്ങനെ വന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ഈ റഖീൻ മേഖലയിൽ ആര് മാത്രമായി? അരക്കൻ ആർമിയും ബുദ്ധമതക്കാരും മാത്രമായി. പിന്നീട് അവിടെ ഭരണമാറ്റം ഉണ്ടായി. ജുണ്ട ആർമി മ്യാൻമറിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ചൈനീസ് പക്ഷപാതികളാണ്, ചൈനയോട് വലിയ താല്പര്യമുള്ളവരാണ്. അവർ പതുക്കെ ഈ ബുദ്ധമതക്കാരോട് ഭയങ്കര എതിർപ്പാണ് ആർക്ക്? ചൈനയ്ക്ക്. അതുകൊണ്ടാണല്ലോ ടിബറ്റ് പിടിച്ചെടുത്തപ്പോൾ ദലൈലാമ അവിടെ നിന്നുകൂടി ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധമതക്കാരുടെ ഒരു ശക്തി കേന്ദ്രം ചൈനയുടെ അതിർത്തിയിലുണ്ടാവുന്ന ചൈനയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ജുണ്ട ആർമി ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അരക്കൻ ആർമി ജുണ്ട ആർമിയോട്, അതായത് മ്യാൻമറിൻ്റെ ഔദ്യോഗിക സൈന്യത്തോട് യുദ്ധത്തിലായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ ഇങ്ങനെ കുറേ കാലമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അരക്കൻ ആർമിയെ കണ്ടാൽ നമുക്ക് സങ്കടം വരും. വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്, അവർക്ക് ഉടുപ്പില്ല, ഒരു പാൻറ്റും ഒരു ചരടും ഒക്കെ കെട്ടിയിട്ടാണ് തോക്കുമായിട്ട് അവർ നടക്കുന്നത്. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ആർമിയായിരുന്നു അരക്കൻ ആർമി. അപ്പോൾ അവരുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് മേജർ ജനറൽ തവാൻ മർത്ത് നൈങ്ക് എന്ന് പറയുന്ന ഒരാളാണ് അവരുടെ സർവ്വസൈന്യാധിപൻ. അരക്കൻ ആർമിയെ കൂടാതെ മ്യാൻമറിൻ്റെ പല ഭാഗത്തും ഈ പട്ടാള ഭരണം വന്നപ്പോൾ അവിടെയുള്ള പല പ്രദേശങ്ങളും, ഇപ്പോൾ ചിൻ മേഖലയുണ്ട്, ചിന്നിലെ ഒരു വിമോചന സേനയുടെ കയ്യിലാണ് ചിൻ പ്രവിശ്യ, റഖീൻ മേഖല അരക്കൻ്റെ കയ്യിലാണ്. ഇങ്ങനെ ആ രാജ്യം ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും വിമോചന പോരാളികൾ പിടിച്ചെടുത്തു. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ, ഈ ചിൻ ആർമിയും അരക്കൻ ആർമിയും ഒക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ അരക്കൻ ആർമി ഇന്ത്യയുമായിട്ട് പണ്ട് നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ അവരിൽ കുറേ ആളുകളെ നമ്മൾ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് നമ്മൾ പിടികൂടി അവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും, അവരെ നമ്മൾ ആൻഡമാനിൽ കൊണ്ടുവന്നിട്ട് ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട്
ഇന്ത്യൻ പട്ടാളം ചെയ്ത് ഇവരെ വെടിവെച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു വലിയ ചതി ഇന്ത്യൻ ആർമി രാജീവ് ഗാന്ധിയുടെ കാലത്ത് അരക്കൻ ആർമിയോട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ മനസ്സിൽ വലിയ മുറിവായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഓപ്പറേഷൻ ലീച്ച് എന്നാണ് ഇന്ത്യൻ ആർമി പറയുന്നത്. ഈ അരക്കൻ ആർമിയിൽപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടുപോയി കബളിപ്പിച്ച് ആൻഡമാനിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊണ്ട സംഭവം അരക്കന് വലിയ മുറിവുണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം അരക്കനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ റഖീൻ എന്ന് പറയുന്ന പ്രവിശ്യ ഇവരുടെ കയ്യിലാണ്. ഇവരാണ് അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ മിലിറ്ററി കമാൻഡുകളെല്ലാം അവർ ഓടിച്ചു. അവിടുത്തെ 2 കമാൻഡുകൾ, വെസ്റ്റേൺ കമാൻഡും ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ നോർത്ത് ഈസ്റ്റ് കമാൻഡ് പട്ടാളത്തിൻ്റെ ജുണ്ട ആർമിയുടെ, അതെല്ലാം ഓടിച്ചിട്ട് ഇവർ പിടിച്ചെടുത്തു. അപ്പോൾ അവർക്ക് കുറേ ആയുധങ്ങളും ഒക്കെ കിട്ടി. ഇപ്പോൾ ഈ ജുണ്ട ആർമിക്ക് പേടിയാണ്. അടുത്ത ഗ്രാമങ്ങളിൽ, അടുത്ത പ്രദേശങ്ങളിൽ ഇവർ പിടിച്ചെടുക്കുമോ എന്ന് എഴുതിയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട സ്കൂളുകളുമൊക്കെ ഈ ജുണ്ട ആർമി പ്ലെയിനെ വന്ന് തകർക്കുകയാണ്. ഇവരങ്ങോട്ട് വരുമെന്ന് കരുതിയിട്ട് നേരത്തെ തകർത്തേക്കുവാണ്. അപ്പോൾ അതുപോലെ ആ ജുണ്ട ആർമി പേടിച്ചിരിക്കുകയാണ്. ജുണ്ട ആർമി പേടിക്കാനുള്ള കാരണം അരക്കൻ ആർമി 2-3 മാസത്തിനുള്ളിൽ അരക്കൻ ആർമിയുടെ രൂപമൊക്കെ മാറി. ഇപ്പോൾ അരക്കൻ ആർമിയുടെ ചിത്രങ്ങൾ കാണുന്നത് എങ്ങനെയെന്നറിയാം? അവർ വലിയ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നു. അവരുടെ മെഷീൻ കലാഷ്നിക്കോവ് AK-47 തോക്കുകളുണ്ട്. അവർ വലിയ ബൂട്ടൊക്കെ ഇട്ട് ലോകത്തിലെ ഏത് ആധുനിക പട്ടാളം നിൽക്കുന്നത് പോലെയുമുള്ള യൂണിഫോമുണ്ട്. അവർക്ക് കവചിത വാഹനങ്ങളുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു. വള്ളിച്ചിരിപ്പിട്ട് കിടന്ന പാർട്ടിക്ക് 2-3 മാസത്തിനാവും ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ള ആൾ അത്ഭുതപ്പെടുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അരക്കനുമായിട്ട് നല്ല ബന്ധം. റഖീൻ മേഖലയിൽ നമുക്കൊരു താല്പര്യമുണ്ട്. അവിടുത്തെ ഒരു തുറമുഖം നമ്മൾ നിർമ്മിക്കുകയാണ്. ഇന്ത്യയുടെ 2ാമത്തെ ഗ്ലോബൽ പോർട്ടാണ് സിദ്വേ തുറമുഖം. സിദ്വേ തുറമുഖത്ത് നിന്ന് നേരെ ഒരു വരച്ചാൽ കൽക്കത്തയിലേക്ക് 539 കിലോമീറ്ററേ ഉള്ളൂ. 530 നേരെ സിദ്വേ വഴി നമുക്ക് കൽക്കട്ടയിലെത്താം. അതുകൊണ്ട് നമ്മളവിടെ ബംഗാൾ ഉൾക്കടൽ വഴി കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി മ്യാൻമറിൽ അരക്കൻ ആർമിയുടെ പ്രദേശത്ത് നമ്മൾ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമി കൈവശം വെച്ചിരിക്കുകയാണ് റഖീൻ മേഖല. അവിടെ ഇന്ത്യയുടെ പ്രൊജക്റ്റ് തുടങ്ങാൻ അരക്കൻ ആർമി സമ്മതിച്ചു. അതിനർത്ഥം ഇന്ത്യയും അരക്കൻ ആർമിയും തമ്മിൽ നല്ല ബന്ധമാണ്. പണ്ട് ഇന്ത്യ ഗവൺമെൻറ് ചതിച്ചതാണെങ്കിലും ആ മുറിവൊക്കെ ആരുണക്കി? BJP സർക്കാർ ഉണക്കി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്നത് അതുപോലെ ചിൻ ആർമിയുടെ കയ്യിലുള്ള ചിൻ സ്റ്റേറ്റിൽ റഖീൻ മേഖലയിൽ നിന്ന് ചിൻ സ്റ്റേറ്റ് വരെ പോകുന്ന ഒരു പദ്ധതി ഇപ്പോൾ നമ്മുടെ താല്പര്യാർത്ഥം പണിതുകൊണ്ടിരിക്കുകയാണ്. അതായത് കൽക്കത്തയിൽ നിന്ന് സിദ്വേ തുറമുഖം, നമ്മൾ തുറമുഖം അവിടെ പണിയുന്നു. അവിടെ നിന്ന് ചിൻ സ്റ്റേറ്റിലൂടെ പലേറ്റാവാം എന്നൊരു നദിയുണ്ട്. ഈ നദി മുഖത്ത് മറ്റൊരു തുറമുഖം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പം നമുക്ക് മിസോറാമിൽ വരാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നേരെ കറങ്ങി ബംഗ്ലാദേശ് വഴി കയറി വരണം. ബംഗ്ലാദേശ് വഴി കയറി വരണമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ പെർമിഷൻ വാങ്ങണം. ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മളുമായിട്ട് നല്ല ബന്ധമല്ല. ഇപ്പോൾ ത്രിപുര ഇലക്ട്രിസിറ്റി ബോർഡ് ബംഗ്ലാദേശിന് കറണ്ട് കൊടുക്കുന്നുണ്ട്. അതിന് കാരണം ത്രിപുരയിലേക്ക് ഈ ഹൈഡൽ പ്രൊജക്റ്റ് ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനറിയൊക്കെ ത്രിപുരയെ കൊണ്ടുവരണമായിരുന്നു. അതിന് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തൂടെ കയറ്റിക്കൊണ്ട് വരണമായിരുന്നു, ചിറ്റഗോങ് വഴി. അപ്പം ബംഗ്ലാദേശ് പറഞ്ഞു, ഞങ്ങൾ കയറ്റി വിടാനൊക്കെ സമ്മതിക്കാം, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന കറണ്ട് കുറച്ച് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് നമ്മൾ 200 മെഗാവാട്ട് കറണ്ട് ഈ സാധന സാമഗ്രികൾ കടത്തിവിടാൻ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിന് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവന്മാർ കാശ് തരുന്നില്ല. ഇപ്പോൾ നമുക്ക് 200 കോടി രൂപ തരാനുണ്ട്. അദാനിക്ക് കൊടുക്കാനുണ്ട് 1500 കോടി രൂപ കറണ്ട് കൊടുത്തതിന്. നമ്മുടെ ഗോഡ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന കറണ്ട് കൊണ്ടാണ് ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്നത്. അദാനി കൊടുക്കുന്ന കറണ്ട് കൊണ്ടാണ്. അദാനി അത് കട്ട് ചെയ്തു, അത് പകുതിയാക്കി കുറച്ചിരിക്കുക. ഇപ്പോൾ ത്രിപുരയെ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുക. അപ്പം നമുക്ക് ബംഗ്ലാദേശിനെ ആശ്രയിക്കാതെ നമുക്ക് ഈ കലാതൻ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഈ റഖീൻ മേഖല വഴി നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് മിസോറാമിലേക്ക് എളുപ്പത്തിൽ വരാൻ പറ്റും. അപ്പോൾ ഈ കലാതൻ പദ്ധതി നടപ്പാക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പിന്തുണേന്ദ്രനാരാണ്? അരക്കൻ ആർമിയാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് അരക്കൻ ആർമിയുടെ ഒരു ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആളുകളായിട്ടൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മുടെ ഒരു പ്രതിനിധി അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ മിസോറാമിൽ MNF എന്നൊരു പാർട്ടിയുണ്ട്, മിസോ നാഷണൽ ഫ്രണ്ട്. ഈ മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ BJPയുടെ ഘടകകക്ഷിയാണ്. അതുകൊണ്ട് ആ ഒരു രാജ്യസഭാ സീറ്റുണ്ട്. രാജ്യസഭാ MP ആയ വാർലാവേന അവിടെ പോയി. വാർലാവേന അവിടെ പോയപ്പോൾ വലിയ സ്വീകരണമാണ് അരക്കൻ കൊടുത്തത്. ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് പോയി അവരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മൾ കലാതൻ പദ്ധതിയെക്കുറിച്ചാണെന്നൊക്കെ പറയാം. പക്ഷേ ഈ ബംഗ്ലാദേശിലെ ഇഷ്യൂസൊക്കെ ഉണ്ടായതിന് ശേഷമാണ് അവിടെ പോയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വാർലേവാന അവിടെ പോയി തിരിച്ചു വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിലെ അരക്കൻ ആർമിക്ക് നല്ല യൂണിഫോം കിട്ടി, നല്ല തോക്ക് കിട്ടി, നല്ല കവചിത വാഹനങ്ങളൊക്കെ കിട്ടി. ഇതെവിടുന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഒരു കപ്പൽ 1-2 കപ്പലുകൾ സിദ്വേ തുറമുഖത്ത് വന്നിരുന്നു.
അരക്കനിൽ വലിയ യുദ്ധം നടക്കുന്നതുകൊണ്ട് ആളുകൾ പട്ടിണിയാണ്. കുറച്ച് ഉരുളക്കിഴങ്ങുമായിട്ട് നമ്മുടെ 2 കപ്പൽ പോയിരുന്നു. അതിൽ യൂണിഫോം തോക്കും ഒക്കെ കൊണ്ടുപോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അങ്ങനെയാണ് അരക്കൻ ആർമി ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഈ അരക്കൻ ആർമി ഇപ്പോൾ ഇന്ത്യയോട് അവരുടെ ആയുധങ്ങളൊക്കെ തീർന്നു. അവർ ഇന്ത്യയോട് ആയുധം ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. വീണ്ടും ഉരുളക്കിഴങ്ങുമായിട്ട് കപ്പൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കറിയാൻ മേല. എന്തൊക്കെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉരുളക്കിഴങ്ങ് പോകുന്നുണ്ട്. അതുകൂടാതെ അവിടെ 25 ആയുധ ഫാക്ടറി ഉണ്ട്. ഇരാവതി എന്ന് പറയുന്ന നദിയുണ്ട്. നമ്മുടെ പുരാണത്തിലുള്ള കഥാപാത്രം ഇരാവതി. ഇരാവതി നദിയുടെ തീരത്ത് മക്വേ റീജിയനിൽ 15ഉം ബാഗോ റീജിയനിൽ 7ഉം ആയുധ നിർമ്മാണ ഫാക്ടറികളുണ്ട്. പ്രൊപ്പല്ലഡ് ഗ്രനേഡ്സ്, റോക്കറ്റ് ലോഞ്ചർ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ പട്ടാളത്തിൻ്റെ ജുണ്ടേ ആർമിയുടെ ഫാക്ടറിയാണ്. ഈ ഫാക്ടറികൾ കഴിഞ്ഞ ദിവസം അരക്കൻ ആർമി പിടിച്ചെടുത്തു. അപ്പോൾ അവർക്ക് അത്യാവശ്യത്തിനുള്ള ആയുധം അവർ ഉണ്ടാക്കുന്ന ഫാക്ടറിയും കിട്ടി. ഇതാണിപ്പോൾ അരക്കൻ ആർമിയുടെ ഒരു ചിത്രം. ഇത് വിശദമായ കഥയല്ല, ഒരു രത്ന ചുരുക്കമാണ് പറയുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ധന്യ ചോദിച്ചില്ലേ, പ്രേക്ഷകർ പലരും ചോദിക്കുന്നു. അപ്പോൾ ഈ അരക്കൻ ആർമി എന്ത് ചെയ്തു? അരക്കൻ ആർമി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബംഗ്ലാദേശിൻ്റെ 271 കിലോമീറ്റർ അതിർത്തി ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കയ്യിലാണ്. ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും തമ്മിൽ വേർതിരിക്കുന്ന നാഫ് നദി ഇപ്പോൾ അരക്കൻ്റെ കയ്യിലാണ്. നാഫ് നദിയോട് ചേർന്നിട്ടാണ് പണ്ട് അമേരിക്ക ചോദിച്ച സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഉള്ളത്. ഈ നാഫ് നദി എന്ന് കടലിൽ വീടുന്നിടത്താണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഉണ്ട്. സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അരക്കൻ ആർമി പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബംഗ്ലാദേശ് നിഷേധിച്ചിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല. അരക്കൻ പറയുന്നുമില്ല. അരക്കൻ അത് വേണമെങ്കിൽ ഇപ്പോൾ അരക്കൻ്റെ നിയന്ത്രണത്തിലാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വേണ്ടി വന്ന ഇന്ത്യക്ക് തരാൻ വരെ അരക്കൻ ആർമി തയ്യാറാണ് എന്നും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിനോട് ചേർന്ന് ഈ റോഹിംഗ്യൻസ് താമസിക്കുന്ന മ്യാൻമറിൽ നിന്ന് ഓടിപ്പോകുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ടല്ലോ, അവർ താമസിക്കുന്ന തൊട്ടടുത്തുള്ള സിറ്റിയും ബംഗ്ലാദേശിലേക്ക് കയറി അരക്കൻ പിടിച്ചിട്ടുണ്ട്. അരക്കൻ്റെ ബദ്ധശത്രുക്കളാണ് ആര്? ഈ റോഹിംഗ്യൻസ്. അപ്പോൾ റോഹിംഗ്യൻസ് താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള നഗരം അരക്കൻ്റെ കയ്യിലാണ്. അപ്പം മിക്കവാറും അവിടെ കയറി അരക്കൻ പണിയുമ്പോൾ ഇവന്മാർ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരും. അതുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ പെട്ടെന്ന് വേലി കെട്ടാൻ തീരുമാനിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കണക്റ്റഡാണ്. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭീഷണിയാണ് അരക്കൻ ആർമി. പിന്നെ അരക്കൻ ആർമിക്ക് ഇന്ത്യയോടുള്ളൊരു ബന്ധം അതും വിഖ്യാതമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ അരക്കൻ ആർമിയുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആദ്യം മ്യാൻമറിൻ്റെ പകുതിയും മുക്കാലും പിടിച്ചു, എന്നാൽ ബാക്കി ഒടുങ്ങി പിടിച്ചേക്കാം എന്ന തരത്തിൽ മ്യാൻമർ സമ്പൂർണ്ണമായി പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ അരക്കൻ ആർമി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുമാറ് ചിലപ്പോൾ ബംഗ്ലാദേശിൻ്റെ കുറച്ച് സ്ഥലം കൂടെ നമുക്കിരിക്കട്ടെ എന്ന് അരക്കൻ തീരുമാനിച്ചാൽ നമ്മുടെ യൂണിസില്ലേ, യൂണിസ് പോലും അറിയും. ഇതാണ് അരക്കൻ ആർമിയുടെ കഥ. അരക്കൻ ആർമി ഇന്ത്യയുടെ സ്പോൺസേഡ് ആർമിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കേട്ടിട്ടില്ല. ശരി.